ബോംബിട്ടാൽ അണുബോംബ് പ്രയോഗിക്കുമെന്ന് ഇറാൻ്റെ ഭീഷണി. തങ്ങളുടെ താല്പര്യങ്ങൾക്കും തങ്ങളുടെ നിലപാടിനുമെതിരെ രാജ്യത്തിനകത്ത് കയറിയുള്ള അക്രമം, അത് തീവ്രമായിരിക്കുന്ന അക്രമമായി മനസ്സിലാക്കിക്കൊണ്ട് അതിശക്തമായിരിക്കുന്ന തിരിച്ചടി ലോകത്തിൽ ഏത് വൻശക്തിയാണെങ്കിലും തങ്ങൾ നൽകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അലി ഖംനായിയുടെ ഉപദേഷ്ടാവ് നൽകിയിരിക്കുന്നത്. AFPക്ക് നൽകിയ അഭിമുഖത്തിലാണ് അലി ജലാജിനി പറഞ്ഞിരിക്കുന്നത്, തങ്ങൾക്ക് നേരെ വരുന്ന ആക്രമങ്ങൾ അത് നിസ്സാരമായിട്ടോ ചെറുതായിട്ടോ തങ്ങൾ കാണുകയില്ല. ഏത് തരത്തിലുള്ള പ്രയോഗവും തിരിച്ചടിക്കാൻ മാത്രം പാകത്തിൽ കെൽപ്പും ശക്തിയുമുള്ള രാജ്യം തന്നെയാണ് ഇറാൻ. ചെങ്കടലിൻ്റെ തീരത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തീരത്തും അതോടൊപ്പം തന്നെ അറബിക്കടലിലെ ചില മേഖലകളിലും മെഡിറ്ററേനിയൻ കടലിലും വലിയ രീതിയിലുള്ള യുദ്ധസന്നാഹങ്ങളും സംവിധാനങ്ങളും അമേരിക്ക ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് തങ്ങൾക്കും ലോകത്തിനും അറിയാവുന്നതാണ്. തങ്ങളുടെ നേരെ ആ അക്രമം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സയണിസത്തിൻ്റെ ഐക്യത്തെ തകർക്കുക എന്നുള്ളതും അവരെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ആക്രമണം നടത്തുക എന്നുള്ളതും തങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കുന്നു. ആ രീതിയിലുള്ള പ്രതികരണമായിരിക്കും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. അമേരിക്കയുടെ അണ്ണാക്കിൽ ബോംബ് സ്ഫോടനം നടത്തിയതിന് തുല്യമായിരിക്കുന്ന മറുപടിയാണ് നൽകിയത് എന്ന് ചില അറേബ്യൻ പത്രങ്ങൾ ഈ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. അമേരിക്കയും സഖ്യകക്ഷികളും പ്രതിദാനം ചെയ്യുന്നത് ഭീകരമായിരിക്കുന്ന സംവിധാനത്തെക്കുറിച്ചും അവരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ ഉതകുന്ന രീതിയെക്കുറിച്ചുമാണ്. അവരെന്താണോ പറയുന്നത് അത് ലോകം അനുസരിക്കണം എന്നുള്ള ഏകാധിപത്യപരമായിരിക്കുന്ന സമീപന നിലപാടുകൾ പതിറ്റാണ്ടുകൾക്ക് മുൻപേ അമേരിക്ക ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്ക ജപ്പാനിൽ ആണവ സ്ഫോടനം നടത്തിയതോടനുബന്ധിച്ചാണ് ലോക പോലീസ് കുപ്പായം അവരണിഞ്ഞത്. ആ മേലങ്കിയൊന്നും ഞങ്ങളുടെ രാജ്യത്തോട് വേണ്ട. ഞങ്ങൾ കൃത്യമായ രീതിയിൽ നിലപാടുള്ള രാജ്യവും തങ്ങളുടെ നേരെ വരുന്ന ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തുന്ന രാജ്യവുമാണ്. ആ പ്രവൃത്തി ഞങ്ങൾ പ്രയോഗിക്കാറുമുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെയും സയനിസത്തിൻ്റെയും കൂട്ടുകക്ഷി സംവിധാനം അത് ഇസ്രായേലിനെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് നേരെ ആക്രമിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയാവുന്നതാണ്. നിങ്ങൾ പരസ്പരം വലിയ സൗഹൃദവും ബന്ധങ്ങളുമാണ്. നിങ്ങളുടെ സൈനികരും നിങ്ങളുടെ വിമാനങ്ങളും നിങ്ങളുടെ യുദ്ധക്കപ്പലുകളൊക്കെ പരസ്പരം ഇസ്രായേലും അമേരിക്കയും കൂടി സംയുക്തമായിട്ടാണ് നിർമ്മിക്കുന്നതും പ്രയോഗിക്കുന്നതും ആക്രമണം നടത്തുന്നതും ഒരുമിച്ചാണ്. എല്ലാത്തിനും ഒരേ സ്വഭാവമാണ്. ഗാസി ആക്രമിക്കുന്ന സമയത്തും ലെബനാൻ ആക്രമിക്കുന്ന സമയത്തും അമേരിക്കയുടെ ആക്രമണം യമനിലുണ്ടാകുന്ന സമയത്തും തുല്യ രീതിയിലാണ് അക്രമത്തിൻ്റെ സ്വഭാവങ്ങളും രീതികളും. അതിൻ്റെ അർത്ഥം ഇതെല്ലാം ചെയ്യുന്ന ഒരു കൂട്ടരാണ് എന്നുള്ളതാണ്. യമൻ ഇസ്രായേൽ ആക്രമിക്കുന്നില്ല എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. യമനെ ഇസ്രായേൽ ആക്രമിക്കുന്നത് അമേരിക്കയുടെ വിമാനത്തിൽ നിന്നാണ് എന്നാണ് യാഥാർത്ഥ്യം. തിരിച്ച് ഈ ഗാസയിൽ ആക്രമണം നടത്തുന്നതിൽ അമേരിക്കക്ക് പങ്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇസ്രായേലിൻ്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനികർ ഈ മേഖലയിൽ യുദ്ധം ചെയ്യില്ല എന്ന് ലോകം വിശ്വസിക്കുന്നൊന്നുമില്ല. നിങ്ങൾ പരസ്പരം പൂരിതങ്ങളാണ്, പരസ്പര ബന്ധങ്ങളാണ്. നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം ഒരേ രീതിയിലും ഒരേ സ്വഭാവമുള്ളതുമാണ്. അത് നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഓരോരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാനും മനസ്സിലാക്കാനും പറ്റും. ഗാസയിൽ നടത്തിയത്, യമനിൽ നടത്തിയത്, ലെബനാനിൽ നടത്തിയത്, സിറിയയിൽ നടത്തിയതൊക്കെ തത്തുല്യമായിരിക്കുന്ന ഒരേ രീതിയാണ്. അതിൻ്റെ കാര്യം സംയുക്തമായിട്ടാണ് ഈ പ്രവൃത്തികൾ നടത്തുന്നത് എന്ന് സാരം. ഇറാനെ നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കുക. ഇറാന് നേരെയാണ് നിങ്ങൾ പ്രയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് തിരിച്ചടി കനത്തതും ഭയങ്കരമുള്ളതുമാണ്. ആണവായുധം പ്രയോഗിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്നാൽ US-ൻ്റെ സമീപനം മാറുന്ന സമയത്ത് ഞങ്ങളുടെ സമീപനത്തിന് മാറ്റങ്ങൾ വരും. അവരേത് രീതി സ്വീകരിക്കുന്നോ അതിന് ബദലായിരിക്കുന്ന രീതികൾ ഞങ്ങൾ പ്രയോഗിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ആണവായുധങ്ങൾ ഞങ്ങൾ പ്രയോഗിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആണവായുധത്തിൻ്റെ ദുരിതങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിക്കുകയും മനസ്സിലാക്കിയും രാജ്യമാണ് അമേരിക്ക തന്നെ. അമേരിക്കയാണത് പ്രയോഗിച്ചത്. അതിൻ്റെ ദുരന്തങ്ങൾ ഇപ്പോഴും അവർ തന്നെ അനുഭവിക്കുന്നു. പരമാവധി ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന രാഷ്ട്രത്തിൻ്റെ സംവിധാനങ്ങളൊന്നും യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല, ആണവായുധ പ്രയോഗം നടത്താൻ വേണ്ടി തയ്യാറാകുന്നില്ല, എതിരാണ് എന്നുള്ളത് മാത്രമല്ല ജപ്പാനിൽ നടത്തപ്പെട്ടതിന് ഇപ്പോഴും എതിർക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ദുരന്തവും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഞങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. എന്നാൽ ഞങ്ങൾക്ക് നേരെ നിങ്ങളുടെ പ്രയോഗങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ കാര്യത്തെക്കുറിച്ചും ഞങ്ങൾ ചിന്തിക്കേണ്ടി വരും. ആണവായുധ കരാറുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഒപ്പിടാത്തതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പുതിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഈ കരാർ വ്യവസ്ഥ മുമ്പ് ഞങ്ങൾ ഒപ്പിടുകയും അംഗീകരിക്കുകയും ചെയ്താണ് ബറാക്ക് ഒബാമയുടെ കാലത്ത്. പിന്നീട് ട്രംപാണ് തെറ്റിച്ചത്. ഞങ്ങൾ ഉത്തരവാദിയല്ല. ഞങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് അതിന് താല്പര്യമില്ല. അത് രാജ്യത്തിൻ്റെ താല്പര്യവും സമീപനങ്ങളും നിലപാടുമായിട്ട് മനസ്സിലാക്കിയാൽ മതി. അതല്ലാത്ത രീതിയിൽ കനമുള്ള രീതിയിലൊന്നും ഞങ്ങളോട് പ്രയോഗിക്കേണ്ട കാര്യമില്ല.
ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ തിരിച്ച് യുദ്ധം ചെയ്യാൻ അറിയുന്നവരാണ്. പേർഷ്യയാണ് ഈ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പേ യുദ്ധം ചെയ്ത പരിചയങ്ങളുണ്ട്. അതുകൊണ്ട് ആ പേടിപ്പിക്കലും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തന കാര്യങ്ങളൊന്നും ഞങ്ങളോട് വേണ്ട എന്ന് അദ്ദേഹം തുറന്നടിക്കുകയാണ്. അലി ജലാജിനി പറഞ്ഞിരിക്കുന്ന 2-3 പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ, ഈ ട്രംപ് അധികാരത്തിൽ വരുമെന്ന് മുൻകൂട്ടി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അമേരിക്ക ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളാണ് ഞങ്ങളുടെ രാജ്യത്തുടനീളം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളൊരു മിസൈൽ നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ വൈദൂരം കൃത്യമായി കണക്കാക്കുന്നു. ഒന്നുകിൽ ഇസ്രായേലിലേക്ക് എത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തെ ലക്ഷ്യമാക്കുന്ന രീതിയിലുള്ള ശക്തിയും വൈദൂരവും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആക്രമ രീതിയും സ്വഭാവമുള്ള മിസൈലുകളാണ് ഞങ്ങൾ നിർമ്മിച്ചത്. ഞങ്ങൾ ഏത് തരത്തിൽ അത്തരം പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നിർമ്മിതികൾ അങ്ങനെയാണ് എന്ന് മാത്രമല്ല, നിർമ്മിക്കുന്ന വസ്തുക്കളൊക്കെ വളരെ സുരക്ഷിതമായ രീതിയിൽ ഒളിപ്പിക്കാൻ പാകത്തിൽ, അല്ലെങ്കിൽ ശത്രുപക്ഷത്തിൻ്റെ ആക്രമണത്തിൽ തകരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് ഞങ്ങളതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇറാനെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യമാണ്. സയണിസം ഇറാന് നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അവരുടെ ലക്ഷ്യങ്ങൾ മുഴുവനും ഇറാനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് എന്നറിയാം. 2-3 രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ഇറാനാണ് അവർ മുഖ്യ ശത്രു ആക്കുന്നത് എന്നും അറിയാം. മുസ്ലിം രാജ്യങ്ങളോ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിൽപ്പെട്ടവരോ അമേരിക്കക്കെതിരെ സംസാരിക്കുന്നില്ല എന്നതിനാൽ ഞങ്ങൾ ഇതിന് സപ്പോർട്ടാണ് എന്നൊന്നും അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ശക്തമായ തിരിച്ചടിക്ക് ഞങ്ങൾ തയ്യാറാവുക തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഓരോ രാജ്യത്തും അവരുടെ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കടലുകളൊക്കെ അവരുടേതാണ്. നിങ്ങളുടെ കടലിടുക്ക് നിങ്ങളുടേതുപോലെ. അതുകൊണ്ട് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടത് അത് യമൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ആ യമൻ്റെ ഭാഗമായിട്ടുള്ളതിൽ നിങ്ങളെന്തിന് അവകാശം പറയുന്നു? അത് അവരല്ലേ തീരുമാനിക്കേണ്ടത്. ആ തീരുമാനത്തിന് അവരുടെ താല്പര്യത്തിനെതിരെ നിങ്ങളെന്തിന് പ്രവർത്തിക്കുന്നു? യമൻ ഞങ്ങളുമായിട്ട് സൈനിക ബന്ധങ്ങളുള്ള രാജ്യങ്ങളൊന്നുമല്ല. അവർ സ്വതന്ത്രമായിരിക്കുന്ന റിപ്പബ്ലിക്കാണ്. നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് ആയുധങ്ങളും സംവിധാനങ്ങളും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ ഒരു പക്ഷേ ഞങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അതൊരോ രാജ്യത്തിൻ്റെ നിലപാടുകളും സമീപനത്തിനും അനുസരിച്ച് നീങ്ങുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോരോ കാര്യം വളരെ കൃത്യമായി എടുത്ത് പറഞ്ഞുകൊണ്ടാണ് എന്തുകൊണ്ട് നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഇപ്പോൾ ബ്രിട്ടൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സമീപന നിലപാടുകൾ തെറ്റായതുകൊണ്ടാണ്. ഉക്രൈൻ റഷ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ഏകോപന സമീപനം യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. മാത്രമല്ല, അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടൻ പ്രത്യേകമായിരിക്കുന്ന ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടുകയും അതിലേക്ക് പരമാവധി യൂറോപ്യന്മാരെ സംഘടിപ്പിക്കുകയും അമേരിക്കക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചതും നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ എല്ലാ നിലപാടുകളും എല്ലാ സമയവും ശരിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. അമേരിക്കയുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും എല്ലാ തരത്തിലും പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുന്ന അറബ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഇറാൻ ആക്രമിക്കുന്ന വിഷയത്തിലും അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കാത്തതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ന്യായവും യാഥാർത്ഥ്യവും സത്യങ്ങളും തിരിച്ചറിയുന്ന ഒരു വലിയ ഭരണാധികാരികൾ ലോകത്ത് ഭരിക്കുന്നുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഭീഷണിക്ക് വഴങ്ങില്ലെന്നുറപ്പായി, അവരുടെ ചർച്ചയ്ക്ക് വഴങ്ങില്ലെന്നുറപ്പായി, യുദ്ധം ചെയ്താൽ അതിൻ്റെ ദുരന്തം എത്രത്തോളം ഉണ്ടാകും എന്ന് മനസ്സിലാക്കാനും അവർക്ക് വലിയ പ്രയാസമുള്ള സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ബൈഡൻ്റെ കാലത്ത് ജോർദാനിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഒരു ആക്രമണം നടത്തുകയും അതിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 11 അമേരിക്കൻ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒക്ടോബർ 7 യുദ്ധത്തിന് ശേഷം നേരിട്ട് കൊണ്ട് അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയത് ആദ്യമായിട്ടാണ്. അതോടുകൂടി അമ്പരന്ന് പോയി അമേരിക്ക. തങ്ങളുടെ സൈനിക മേഖലയൊക്കെ കീഴടക്കാൻ പാകത്തിൽ ശക്തിയുള്ളവരാണ് ശത്രുപക്ഷം എന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക തിരിച്ചറിഞ്ഞ അന്നാണ്. അതിന് തിരിച്ചടി നൽകുമെന്ന് അന്ന് തന്നെ ബൈഡൻ പറഞ്ഞു. പക്ഷേ എങ്ങനെ നൽകണം എന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇറാഖിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ മേഖലയിലേക്ക് അമേരിക്ക സ്ഫോടനം നടത്തിയത്. അവർക്ക് ചിന്തിക്കാനും ആലോചിക്കാനും ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു. കാര്യമെന്ന് പറയുന്നത്,
ഇതിൻ്റെ ദുരന്തങ്ങൾ എത്രത്തോളം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് പോലും സാധിക്കുന്നില്ല. മാത്രമല്ല, ശത്രുപക്ഷത്തിൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളുടെ ബലവും ശക്തിയും അതിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ സ്ഫോടനത്തിൻ്റെ ശക്തിയും എത്ര ഉണ്ട് എന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചില്ല. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ വ്യോമ മേഖലയിൽപ്പെട്ട സൈനിക മേധാവികൾ പറയുന്ന കാര്യം, ഒരു പ്രാവശ്യം പ്രയോഗിക്കുന്ന ആയുധങ്ങളല്ല രണ്ടാമത്തെ ഘട്ടത്തിൽ യമൻ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ശക്തിയും അതിൻ്റെ ഈ പ്രതിരോധ സംവിധാനങ്ങളും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു. അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും അവർ വിടുന്ന മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോണുകളൊക്കെ നമ്മുടെ കപ്പലിന് തട്ടിക്കൊണ്ട് തീപിടിക്കുകയോ അപായങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നത്. പ്രതിരോധിക്കാൻ സാധിക്കാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് അമേരിക്കയുടെ സൈനികർ സമ്മതിച്ചത് യമൻ്റെ ആക്രമണത്തോടു കൂടി ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ആ ചെങ്കടലിൽ നിന്ന് അവർ മാറ്റി 1400ഓളം കിലോമീറ്റർ വൈദൂരത്തിലേക്ക് അവരുടെ ഏറ്റവും വലിയ പടക്കപ്പലിനെ മാറ്റിയിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, യുദ്ധ സംവിധാന കാര്യങ്ങളൊക്കെ എല്ലാ തരത്തിലും അമേരിക്ക സന്നദ്ധമാക്കിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിനിടയിൽ തിരിച്ചടി എത്രത്തോളം ഉണ്ട് എന്ന് അമേരിക്ക ഇപ്പോഴും ഭയപ്പെടുകയാണ്. അതിൻ്റെ ആഘാതം കണക്ക് കൂട്ടാൻ സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഈ യുദ്ധം എവിടെ എത്തും എന്നുള്ളൊരു തിരിച്ചറിവ് ലോകത്തിന് മുഴുവനും ആകാംക്ഷയോട് കൂടി ഉണ്ടാകുന്നത്.